ഒരു വചനം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 16 അധ്യായം 14. ആമേൻ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 16:14. തുയത്താര പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്ന പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് പാർപ്പീനെന്ന് അപേക്ഷിച്ച് ഞങ്ങളെ നിർബന്ധിച്ചു. ആമേൻ, ഹല്ലേലൂയ. വാഴ്ത്തുന്ന പിതാവേ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഈ അപ്പത്തെ അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥ, അവിടുത്തെ അഗ്നി ഇറങ്ങുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഹല്ലേലൂയ. ഉയർത്തിയും തന്നിട്ടല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലപ്പാ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഹല്ലേലൂയ. വചന ശുശ്രൂഷയോട് പോരാടുന്ന ഞങ്ങളിൽ തന്നെ മറിഞ്ഞിരിക്കുന്ന ആ ഇരുട്ടിന്റെ ശക്തിയിലേക്ക് എന്റെ ഗണത്തിലേക്ക് അവിടുത്തെ അഗ്നി ഇറങ്ങുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, ദേശീയ ആലയത്തിൽ നിന്ന് വാർത്തത്തെ വചനപ്രകാരം ഇവിടെ വചനം പറയുമ്പോൾ വികാരദൂതന്മാര് വചനവുമായി ഭൂമിയുടെ അറ്റങ്ങളോളം കടന്നു എന്ന് കർത്താവേ, യേശുവിന്റെ കർത്താവേ, ഹല്ലേലൂയ. ആത്മാവ് കടിഞ്ഞാണിടാത്ത കുതിരയെ പോലെ കടന്നു ചെന്ന് യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആ ബന്ധിക്കപ്പെട്ടെടുക്കുന്ന അവസ്ഥകളിലേക്ക് അവിടുത്തെ അഗ്നി ഇറങ്ങുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നപ്പ എല്ലാ എതിർശക്തിയിലും ഒരു മാറട്ടെ യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഹല്ലേലൂയ. ഇന്ന് കർത്താവേ, സ്വർഗ്ഗം താണിറങ്ങി അവിടുത്തെ ആത്മാവ് കടന്നു വന്ന് കർത്താവേ, അനേക ഇരുളുകളിൽ നിന്ന് അനേക ബന്ധനങ്ങളിൽ നിന്ന് കർത്താവേ ഞങ്ങളെ വിടുവിച്ചുവെങ്കിലപ്പ, ഹല്ലേലൂയ. അതിനോട് മത്സരിക്കുന്ന മറുതരിക്കുന്ന ഞങ്ങളിൽ തന്നെ മറിഞ്ഞിരിക്കുന്നപ്പ, ഹല്ലേലൂയ. ആ ഇരുട്ടിന്റെ ശക്തിയിലേക്ക് എന്റെ ഗണത്തിലേക്ക് അവിടുത്തെ അഗ്നി ഇറങ്ങുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, ഷൗല ഷൗല ഷൗഡ ഷൗഡ ഷൗല ഷൗല ഷൗഡ ഷൗഡ റബാല ഷബാല റബാല ഷബാല റബാല ഷബാല തദൂദ ദീദ ദംചദന്തദിദ ഹദൂദ ദീദ ദംചദന്തദിദ ഘണ്ടദൂഡ ദീദ ദംചദന്തദിദ ഹദീദ ദീദ ദംചദന്തദ തുരാ കടംചദന്തദീദ ദംചദന്തദിദ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ യേശുവേ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ഈ വർഷകാലം, ഹല്ലേലൂയ, ഈ വർഷത്തിന്റെ അവസാനത്തെ, ഹല്ലേലൂയ, ഞായറാഴ്ച വിശുദ്ധ ദിവസത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്നു അല്ലേ, ഹല്ലേലൂയ. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ, ഹല്ലേലൂയ, എന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി നമ്മുടെ മേൽ ഉണ്ടാകുമെന്ന് പറഞ്ഞുവെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, യേശുവേ, ഇന്ന് നമ്മളെ കർത്താവ് ആരോഗ്യത്തോടെ നിർത്തിയിരിക്കുന്നു അല്ലേ, ഹല്ലേലൂയ. ഇന്ന് കർത്താവിന്റെ ആത്മാവ് കടന്നു വന്ന് യേശുവേ, ഹല്ലേലൂയ, നമ്മളിലേക്ക് ആ കർത്താവിന്റെ ജീവനെ പകർന്ന് യേശുവേ, ഹല്ലേലൂയ, അനേക കെട്ടുകളെ അഴിച്ച് ഇന്ന് നമ്മുടെ ജീവനോടെ ആക്കിയിരിക്കുന്നു അല്ലേ, ഹല്ലേലൂയ. ഇവിടെ ഇന്ന് വായിച്ച വചനപ്രകാരം, ഹല്ലേലൂയ, അപ്പോസ്തല പ്രവൃത്തികൾ 16:14 പറഞ്ഞത് പ്രകാരം അല്ലേ, ഹല്ലേലൂയ, ലോർഡ് ഹാസ് ഓപ്പൺഡ് ഹർ ഹാർട്ട് ടു ലിസൺ പോൾസ് മെസ്സേജ് അല്ലേ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. പൗലോസിന്റെ മെസ്സേജ് കേൾക്കേണ്ടതിന് ലുദ്യായുടെ ഹൃദയം കർത്താവ് തുറന്നു എന്നാ പറഞ്ഞത് അല്ലേ, ഹല്ലേലൂയ. അപ്പൊ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിലായിരുന്നു അവിടെ സംസാരിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഭാഷ മനസ്സിലാകണമെങ്കിൽ അല്ലേ, ഹല്ലേലൂയ, കർത്താവ് നമ്മളോട് പറയുന്ന ഈ കാര്യങ്ങളെ ഒന്ന് ഗ്രഹിക്കണമെങ്കിൽ അല്ലേ, ഹല്ലേലൂയ, നമ്മുടെ ബുദ്ധിയുടെ മണ്ഡലം ഒന്ന് അടച്ച് അല്ലേ, ഹല്ലേലൂയ, എങ്കിൽ മാത്രമേ നമുക്കിതൊന്ന് ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ അല്ലേ, ഹല്ലേലൂയ. എല്ലായിടത്തും ഈ വചനമുണ്ട്, എല്ലായിടത്തും ഇത് പ്രസംഗിക്കുന്നു അല്ലേ, ഹല്ലേലൂയ. നമുക്ക് ഈ അപ്പോസ്തല പ്രവൃത്തികൾ 16 ലാസ്റ്റിലേക്ക് വായിക്കുമ്പോൾ അല്ലേ, ഹല്ലേലൂയ, ഇവിടെ പറയുന്നുണ്ട് നമുക്ക് അംഗീകരിക്കാനും, ഹല്ലേലൂയ, നമുക്ക് ഒരിക്കലും ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത പല ആചാരങ്ങളും പല അനുഷ്ഠാനങ്ങളും ഈ പൗലോസ് ഇവിടെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ് ജനത്തിൽ അവിടെ പട്ടണത്തിൽ, ഹല്ലേലൂയ, ജനങ്ങളുടെ ഇടയിൽ കലഹം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ പറയുന്നുണ്ട് ലോർഡ് ഹാസ് ഓപ്പൺഡ് ഹർ ഹാർട്ട് അല്ലേ, ഹല്ലേലൂയ, അവളുടെ ഹൃദയത്തെ തുറന്നു. ഹല്ലേലൂയ, ഇതെന്താകുന്നു സംസാരിക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം അല്ലേ, ഹല്ലേലൂയ, ഇന്നും കർത്താവ്, ഹല്ലേലൂയ, ഈ ആലയം തുറന്ന് ഈ 2023 ഡിസംബറിലേക്ക് കർത്താവ് ഇന്ന് കൊണ്ടുവന്നുവെങ്കിൽ അല്ലേ, ഹല്ലേലൂയ, എത്രയോ മക്കൾ ഈ ആലയത്തിൽ കടന്നു വന്ന് നന്മകളെ പ്രാപിച്ചു. ഹല്ലേലൂയ, എത്രയോ മക്കൾ രക്ഷയെ കണ്ടു അല്ലേ, ഹല്ലേലൂയ. പക്ഷേ ഈ രക്ഷ അല്ലേ, കർത്താവ് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ സ്ക്രീനിനപ്പുറത്ത് നടക്കുന്ന കാര്യം ഒന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയം ഒന്ന് തുറന്നിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ അല്ലേ, ഹല്ലേലൂയ, കർത്താവിനോട് പറഞ്ഞ പോലെ തന്നെ those who are having ears may listen to അല്ലേ, ഹല്ലേലൂയ. ഈ കർത്താവ് പറയുന്നത് എന്ത് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തെ ഒന്ന് തുറക്കുന്നു എങ്കിൽ അല്ലേ, ഹല്ലേലൂയ, എന്തിനു വേണ്ടിയിട്ടാകുന്നു, എന്നെ കൊല്ലുവാനോ എന്നെ നശിപ്പിക്കുവാനോ അല്ല കർത്താവ് ഇത് പറയുന്നത് എന്ന് അല്ലേ, ഹല്ലേലൂയ. ഇന്ന് ആത്മാവ് ഇറങ്ങിയ ശുശ്രൂഷ ചെയ്തപ്പോൾ അല്ലേ, ഹല്ലേലൂയ, ഇവിടെ, ഹല്ലേലൂയ, ഇവിടെ കർത്താവിന്റെ ആത്മാവ് കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, അവിടെ അവിടെ ബന്ധനം അഴിയുന്നു, കെട്ടുകൾ അഴിയുന്നു. അത് അങ്ങനെ തന്നെയാകുന്നു യേശുവേ, ഹല്ലേലൂയ. യേശുവേ, ഇവിടെ, ഹല്ലേലൂയ, നമ്മൾ ആര് ഗ്രഹിക്കുന്നുവോ അല്ലേ, ഹല്ലേലൂയ, ആര് ഇതിനോട് യേശുവേ, ഹല്ലേലൂയ, ഈ ഒരു യേശുവേ, ഹല്ലേലൂയ,
ഹല്ലേലൂയ ഈ ഒരു തീ കത്തിക്കുമ്പോൾ ഹല്ലേലൂയ ആരതിനോട് ചേരുന്നുവോ അല്ലെ, ആരൊക്കെ അതിന്റെ ഇടയിലേക്ക് ആ വിറക് വെക്കുന്നുവോ ഹല്ലേലൂയ, എനിക്കോ ഈ പാചകം ഉണ്ടാക്കുവാൻ അറിയില്ല, ബട്ട് someone is making അല്ലെ ഹല്ലേലൂയ, കർത്താവേ ഹല്ലേലൂയ ഈ നടക്കുന്നത് എന്ത് എന്ന് എനിക്ക് അറിയുന്നില്ല, പക്ഷേ എന്നിലിരിക്കുന്ന വിറക് ഞാൻ വെക്കുന്നു അല്ലെ ഹല്ലേലൂയ, എന്നിലിരിക്കുന്ന ധനം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ആര് ഇതിനോട് ചേരുന്നുവോ ഹല്ലേലൂയ അവിടെ ബന്ധനം എന്തായാലും അഴിഞ്ഞിരിക്കും ഹല്ലേലൂയ. അതുകൊണ്ട് അല്ലെ ഹല്ലേലൂയ ഇന്ന് കർത്താവ് എലീശാജിയുടെ വിഷൻ പറഞ്ഞ പ്രകാരം തന്നെ ഹല്ലേലൂയ ഒരു വൺ ടൈം സെറ്റിൽമെന്റ് ആകുന്നു അവിടെ നടക്കുന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞു ഈ ലോകത്തിന്റെ വൺ ടൈം സെറ്റിൽമെന്റ് നടക്കുമ്പോൾ ഹല്ലേലൂയ സെറ്റിൽമെന്റ് ഡേ ഇറ്റ്സെൽഫ് ഹല്ലേലൂയ ആരെങ്കിലും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങനെ ഒരു ബാങ്കിലൊക്കെ സെറ്റിൽമെന്റ് നടത്താൻ നേരത്ത് വൺ ടൈം സെറ്റിൽമെന്റ് നടക്കുമ്പോൾ ഒരു 10% ഹല്ലേലൂയ അപ്പോൾ തന്നെ ആ ഡേ തന്നെ കൊണ്ടുവരുവാണെങ്കിൽ ദാറ്റ് കസ്റ്റമർ വിൽ ഗെറ്റ് മോർ ഓഫർ ഹല്ലേലൂയ, അവർ കുറച്ച് അടച്ചാൽ മതി എന്ന് കർത്താവ് ഉദാഹരണം പറഞ്ഞുവെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ പിതാക്കന്മാരായിട്ട് വന്നിരിക്കുന്ന അനേക ബന്ധനങ്ങളെ അഴിപ്പാൻ തക്കവണ്ണം അല്ലെ ഹല്ലേലൂയ ആ പരിശുദ്ധാത്മ ശക്തി നമ്മളിലേക്ക് ഒന്ന് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ഇത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം അല്ലെ ഹല്ലേലൂയ കർത്താവ് the Lord has opened her heart to listen Paul's message അല്ലെ. അപ്പോൾ ഈ പറയുന്നത് എന്ത് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം എന്താകുന്നു എന്നോട് ദൈവം സംസാരിക്കുന്നത് അല്ലെ ഹല്ലേലൂയ, എന്റെ ജീവിതത്തിന് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് ഹല്ലേലൂയ ആ കർത്താവിന്റെ സ്ഥലത്തിലേക്ക് ഒന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇന്ന് പറഞ്ഞു ഷൈന്റെ കാലയിൽ ആ കുരു വന്നതിന്റെ കാര്യം ഇന്ന ഒരു പിതാവിന്റെ ഒരു കെട്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലെ ഹല്ലേലൂയ, കർത്താവ് ആ കെട്ടഴിച്ചു. ഇന്ന് എലീശാജി വിഷൻ പറയുന്ന ആ സമയത്ത് തന്നെ എലീശാജിക്ക് കിട്ടിയ ആ വിഷനിലുള്ള രണ്ട് വ്യക്തികളെ തന്നെ എലീശാജി വിഷൻ പറയുന്നതിന് മുൻപ് തന്നെ ഹല്ലേലൂയ കർത്താവ് എന്താണോ എലീശാജിക്ക് ആ വിഷൻ കൊടുത്തത് അതിലിരിക്കുന്ന രണ്ട് വ്യക്തികളെ തന്നെ കർത്താവ് എലീശാജിന്റെ മുമ്പിലേക്ക് വിളിപ്പിച്ചു അല്ലെ ഹല്ലേലൂയ. നമ്മൾ ഗ്രഹിക്കണമേ അല്ലെ, ആത്മാവും കൂടെ കടന്നു ചെല്ലുമ്പോൾ ഹല്ലേലൂയ കർത്താവിന്റെ ആത്മാവ് കടന്നു വന്ന് നമ്മളെ വിടിപ്പിക്കുന്ന വിധം അല്ലെ ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് എന്താകുന്നു ഇങ്ങനെ അനേകം ഹല്ലേലൂയ ഇരുളിലൂടെ ഹല്ലേലൂയ ഒന്ന് കടന്നു ചെന്ന് ഹല്ലേലൂയ നമ്മളെ മരണത്തിൽ നിന്ന് വിടുവിച്ചതിന്റെ ദൈവം നമ്മളിവിടെ നിർത്തിയിരിക്കുന്നു അല്ലെ. കർത്താവ് പറഞ്ഞ പോലെ തന്നെ ദിവ്യ ഫ്രണ്ടിൽ വന്ന് ഹല്ലേലൂയ ആ സാക്ഷ്യം പറഞ്ഞപ്പോൾ എന്നെ കാണിച്ചു തന്നത് ഹല്ലേലൂയ കണ്ണ് കാഴ്ച ഉണ്ടല്ലോ, രണ്ട് കൈ ഉണ്ടല്ലോ, രണ്ട് കാലുണ്ടല്ലോ, യുവർ ഡൈജഷൻ പ്രോസസ് നോർമൽ അല്ലയോ, നമ്മൾ എത്ര നന്ദി പറയണം അല്ലെ ഹല്ലേലൂയ. എന്റെ ഓഫീസിലൊക്കെ കോവിഡ് വന്ന് ഹല്ലേലൂയ ഒരു സ്റ്റാഫിന്റെ അമ്മ കോവിഡ് വന്ന ഒരു സ്റ്റാഫിന്റെ ഭാര്യ മരിച്ചു. സ്റ്റാഫിന്റെ അമ്മയ്ക്ക് മറവി, ഫ്രണ്ടിൽ വരുന്നത് ആരാന്നൊന്നും ഓർമ്മയില്ല, ട്രീറ്റ്മെന്റിന് പോവുകയാകുന്നു ഹല്ലേലൂയ. അങ്ങനെയൊന്നും വരാതെ ദൈവം ദിവ്യയെ കാത്തില്ലയോ, അത് ആരാകുന്നു ഹല്ലേലൂയ പരിശുദ്ധാത്മ ശക്തി കടന്നു വന്ന് നമ്മളെ വിടുവിച്ചതാകുന്നു അല്ലെ. അതുകൊണ്ട് ഹല്ലേലൂയ ഈ ആലയത്തിന്റെ അകത്ത് കാല് കുത്തിയാൽ അവിടെ ബന്ധനം അഴിയുമെന്നുള്ളത് അത് അങ്ങനെ തന്നെ ആകുന്നു അല്ലെ ഹല്ലേലൂയ. ഹല്ലേലൂയ ആ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റോട് കൂടി തന്നെ ഹല്ലേലൂയ ഇതിന്റെ അകത്തേക്ക് കടന്നു വരുന്നു അല്ലെ ഹല്ലേലൂയ അവിടെ ഇരുളുകൾ അഴിയുക തന്നെയാകുന്നു ചെയ്യുന്നത് യേശുവേ ഹല്ലേലൂയ. ഇന്ന് കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ആ കാലുകൾ അതിന്റെ മുകളിലേക്ക് വെച്ചപ്പോൾ ഹല്ലേലൂയ നമ്മുടെ ആ സുവിശേഷം അല്ലെ കർത്താവ് പറയുന്നതിനനുസരിച്ച് ഒന്ന് മുന്നോട്ട് എടുത്തു വെച്ചപ്പോൾ ഹല്ലേലൂയ അന്ന് ആ മണ്ഡലത്തിൽ അന്ന് പിതാക്കന്മാരായിട്ട് വന്ന ആ ശാപം ആ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ അത് പ്രാഗിക്കൊണ്ടാകുന്നു യേശുവേ ആ ശക്തി വിട്ടുപോയത് എന്ന് പറഞ്ഞുവെങ്കിൽ ഇന്ന് ആ പ്രാഗിനെയാവുന്നു കർത്താവ് എടുത്ത് മാറ്റിയത് ഹല്ലേലൂയ. ആ ശാപത്തെയാവുന്നു കർത്താവ് മുറിച്ചു മാറ്റിയത് അല്ലെ ഹല്ലേലൂയ. ഇതൊന്ന് കേൾക്കുവാൻ ഇതൊന്ന് ഗ്രഹിക്കുവാൻ തക്കവണ്ണം ലൂദിയായുടെ ഹൃദയം കർത്താവ് തുറന്നതുപോലെ തന്നെ ഹല്ലേലൂയ നമ്മുടെ ഹൃദയവും ഈ ശുശ്രൂഷ നടക്കുമ്പോൾ ഇവിടുത്തെ വചനം പറയുമ്പോൾ ഹല്ലേലൂയ ഇത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയം തുറന്നില്ല എങ്കിൽ ഇതിന്റെ അകത്ത് താഴേക്ക് പറയുന്ന പ്രകാരം തന്നെ നമുക്ക് ആചരിപ്പാനും നമ്മുടെ ന്യായപ്രമാണത്തിൽ ഇല്ലാത്ത പല റൂളുകളും പല ദൂതുകളും കൊണ്ടുവന്ന് എന്നെ പീഡിപ്പിക്കുന്നു എന്ന് പറയുവാനേ കഴിയുള്ളൂ. പക്ഷേ യഹോവയുടെ ആത്മാവ് കടന്നു വന്നപ്പോൾ എല്ലാവരിലേക്കും ആ പൗലോസ് അപ്പോസ്തലനോട് പരിശുദ്ധാത്മ ശക്തി കടന്നു വന്ന് ഹല്ലേലൂയ ആ വചനം അവിടെ പ്രസ്താവിച്ചു. പക്ഷേ കർത്താവ് എന്ത് ചെയ്തു? ലൂദിയായുടെ ഹൃദയം തുറന്നു. കാരണം അവളിലിരിക്കുന്ന ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കണ്ട് തന്നെ അല്ലെ. എന്തുകൊണ്ടാണ് ഇന്ന് ഏഞ്ചലിലേക്ക് കർത്താവ് ഹല്ലേലൂയ ആ ഒരു പുതിയ ആത്മാവിനെ പകർന്നത്? ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ ഹല്ലേലൂയ കർത്താവോട് കൊടുത്ത് തന്നെ ആ ഒരു പുതിയ ആത്മാവിനോട് പകർന്ന് ആ ഒരു മെന്റൽ വിട്ടു പോകട്ടെ എന്ന് പറഞ്ഞുവെങ്കിൽ അല്ലെ ഹല്ലേലൂയ അത് അങ്ങനെ തന്നെ ആകേണ്ടതായിരുന്നു. പക്ഷെ കർത്താവ് എന്ത് ചെയ്തു? ആ ദുഷ്ടനിട്ടതേക്ക് ഒന്ന് മാറ്റി ഒന്ന് മുന്നോട്ട് എടുക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഇന്ന് ഈ ആരാധനയിൽ ഈ പ്രാർത്ഥനയിൽ എല്ലാം കർത്താവ് നമ്മളെ ഇവിടെ കൂട്ടി വരുത്തിയെങ്കിൽ ഹല്ലേലൂയ ജീവിതത്തിൽ ഒരു കഷ്ടത്തിലൂടെ ഒന്ന് കടന്നുപോയി തന്നെ നമ്മളെ ഒന്ന് പിടിച്ചെടുത്തു. ഹല്ലേലൂയ തിരുവാങ്കത്തെ വീട്ടിലേക്ക് സിയോൻപുത്രി കടന്നു വന്ന് അന്ന് എന്റെ ഫാദർ മരിച്ചെന്ന് ഹല്ലേലൂയ മമ്മി ആ ബാത്റൂമിന്റെ അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ടായിരുന്നു, അതിന്റെ ഫ്രണ്ടിൽ തറയിലിരുന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം വീട്ടില് ഒരു മരണം വന്നു. ആ മരണദൂതൻ അങ്ങനെയൊന്നും പോകുന്നതല്ലായിരുന്നു. പക്ഷെ സിയോൻപുത്രി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച ആ മരണദൂതനെ അഗ്നിവലയത്തിൽ
ആക്കിയിട്ട് ഞങ്ങളെ ജീവനെ പിടിച്ചെടുത്ത് ആമേൻ ഹല്ലേലൂയ ഇതിലേക്കൊക്കെ കൊണ്ടുവന്ന് നിർത്തി. അന്നൊന്നും മനസ്സിലായില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഈ വെളിച്ചം പകർന്നപ്പോൾ യേശുവേ ഹല്ലേലൂയ നമ്മളെ ആ മരണത്തിൽ നിന്ന് വിടുവിച്ചത് ഹല്ലേലൂയ. ഇന്നലെ പ്രാർത്ഥിച്ചപ്പോഴെല്ലാം അന്ന് ആക്സിഡന്റ് വന്ന് ആ കൈക്ക് ഒരു ക്ഷതം ഏറ്റിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? അന്ന് അമ്മ ആ മയക്കത്തിൽ അന്ന് വണ്ടി ഓടിച്ചു പോയപ്പോൾ ആ സ്ലീപ്പ് അമ്മ ആ കണ്ണടച്ചന്ന് ഉറങ്ങി പോയിരുന്നുവെങ്കിൽ ഇന്ന് ആ വണ്ടിയോടുകൂടി തന്നെ മുഴുവൻ ആ പൊടിഞ്ഞു പോകുന്ന അവസ്ഥയായിരുന്നു. പക്ഷേ ആ ഒരു സെക്കൻഡ് നേരത്തേക്ക് ആ കർത്താവിന്റെ ഹല്ലേലൂയ ആ കരം കടന്നു വന്ന് നമ്മളെ മരണത്തിൽ വിടുവിച്ചത്. ഇപ്പോൾ നമ്മൾ ഓർക്കണമേ, ഇങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ എന്റെ അവസ്ഥ എന്താകുമായിരുന്നു അല്ലെ ഹല്ലേലൂയ. അതിൽ നിന്ന് എന്നെ അല്ലെ ഹല്ലേലൂയ എലിസബത്ത് അമ്മയുടെ അവസ്ഥകൾ, എലീശായുടെ അവസ്ഥകൾ കർത്താവ് ഇത്രത്തോളം സൗഖ്യം കൊടുത്ത് ഇന്നലെ ആ ഭവന പ്രാർത്ഥനയുടെ സമയത്ത് എലീശാജി അവിടെ പറഞ്ഞു എന്ന് കേട്ടു ഹല്ലേലൂയ. അനേകം പ്രശ്നങ്ങളൊക്കെ കടന്നു വന്നപ്പോഴും എന്റെ അപ്പൻ എന്നെ നിർത്തി, എന്നെ നടത്തി യേശുവേ ഹല്ലേലൂയ. ഇന്ന് ജീവൻ തന്നവിടെ നിർത്തിയിരിക്കുന്നു അല്ലെ. അപ്പൊ ആ ഏതൊരു ഇരുൾ കടന്നു വരുമ്പോഴും ഞാൻ നിന്നെ വിടുവിച്ച വിധം ഓർക്കണമേ എന്ന് കർത്താവ് പറഞ്ഞ പോലെ തന്നെ ഹല്ലേലൂയ യേശുവേ അന്ന് എന്നെ വിടുവിച്ചത് അന്ന് ലോർഡ്സ് റിങ്ങിനെ അല്ലെ ഹല്ലേലൂയ ദൈവം ജീസസ് എന്ന് പറഞ്ഞ് അല്ലെ ഈ കൃപാസനത്തിൽ വെച്ച് തന്നെ ഹല്ലേലൂയ അവൻ ആ വാ തുറന്ന കെട്ടുകൾ അഴിച്ചത്. അത് ആരാകുന്നു? ആ പരിശുദ്ധാത്മ ശക്തി അവന്റെ വായിലേക്ക് കടന്നു വന്ന് ആ കെട്ടിയിരുന്ന അനേകം ആ ചങ്ങലകളെ ആ കർത്താവിന്റെ തീ കടന്നു വന്നൊന്ന് മുറിച്ച് മാറ്റിയപ്പോൾ ആ ബന്ധനം അവിടെ അഴിഞ്ഞു അല്ലെ ഹല്ലേലൂയ. അതൊരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയി കർത്താവ് അവിടെ ചെയ്തെടുത്തുവെങ്കിൽ അതിന്റെ അകത്തേക്ക് മറിഞ്ഞു കിടക്കുന്ന അനേകം ഇരുളുകളിലേക്കും ആ കർത്താവിന്റെ തീ ഇറങ്ങി നമ്മളെ ഇന്ന് വിടുവിച്ചിരിക്കാവുന്നു ചെയ്തത് അല്ലെ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഗ്രഹിക്കണമേ, ഇതൊന്നും മനസ്സിലാകുവാൻ തക്കോണം അല്ലെ ഹല്ലേലൂയ. അനേകം ഇരുളുകൾ ഭവനത്തിൽ ഇരിക്കെ തന്നെ ഹല്ലേലൂയ നമ്മളെ ദൈവം ഇത്രത്തോളം നമ്മൾ ആരും ഹല്ലേലൂയ ഞാൻ ഈ വേലയ്ക്ക് ഇറങ്ങി എന്ന് പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ ആരും ഈ പുസ്തകം പഠിച്ചതിന്റെ പുറകെ നടന്ന മക്കളല്ല. നമ്മളെല്ലാവരും ഇതിനോട് എതിർത്തിരുന്ന മക്കളാകുന്നു. നമ്മൾ ആരും ഈ ഒരു ഹല്ലേലൂയ ഈ ഒരു ഡ്യൂട്ടിയിലേക്ക് വന്നവരല്ല. പക്ഷേ നമ്മൾ ദൈവത്തെ തെരഞ്ഞെടുത്തു എന്നല്ല, ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു അല്ലെ ഹല്ലേലൂയ. എന്തിനു വേണ്ടിയിട്ടാകുന്നു? നമ്മളിൽ ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും അത്രേ എന്ന് പറഞ്ഞുവെങ്കിൽ ഹല്ലേലൂയ ഇന്ന് കർത്താവ് ആ ഒരു ശുശ്രൂഷ ഒന്ന് നമ്മളെ കൊണ്ട് ചെയ്തെടുത്തത് അല്ലെ ഹല്ലേലൂയ. നമുക്ക് ഒരു യോഗ്യതയും ഇല്ലാഞ്ഞിട്ട് പോലും നമ്മളെക്കാൾ എത്രയോ ക്വാളിഫൈഡുള്ള എത്രയോ മക്കൾ ഹല്ലേലൂയ പുറത്ത് കിടന്നിട്ട് ദൈവത്തിന്റെ കരുണ നമ്മളിലേക്ക് പകർന്ന് ഇന്ന് നമ്മളിതിന്റെ അകത്താക്കി അല്ലെ ഹല്ലേലൂയ. ഇന്ന് ജീവനെ ഘോഷിക്കാം എന്ന് പറഞ്ഞുവെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ഓരോരുത്തരും ഗ്രഹിക്കണമേ, ഈ ഒരു ദൂത് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അല്ലെ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ അതിനെ ഒന്ന് ഏറ്റെടുത്ത് എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാകുന്നുവല്ലോ, എന്റെ കുഞ്ഞുങ്ങൾക്കുള്ള വിടുതലാകുന്നല്ലോ. ഇന്ന് ദീപാരാജ് ഹല്ലേലൂയ സെക്കൻഡ് സെമസ്റ്ററിന്റെ എക്സാമിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവളെ കൊണ്ട് ഹല്ലേലൂയ എല്ലാവരും ഒന്ന് നന്ദി പറഞ്ഞേ എന്ന് പറഞ്ഞതിന്റെ ആഴം ഹല്ലേലൂയ യേശുവേ മനസ്സിലാക്കണമേ എന്ന് പറഞ്ഞുവെങ്കിൽ അവളുടെ ഓരോ സെമസ്റ്ററിലും അവളുടെ ഹല്ലേലൂയ വിദ്യാഭ്യാസത്തെ മുന്നോട്ട് വിടില്ല എന്ന് പറഞ്ഞ ആ ഇരുളിനെ ആവുന്നു കർത്താവെ ഇല്ലായ്മ ചെയ്തെടുത്തത് ഹല്ലേലൂയ. എന്നിട്ട് അവളോട് ചോദിച്ചു, നിനക്ക് മനസ്സിലായോ അതിന്റെ ആഴം അല്ലെ ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ഗ്രഹിക്കണമേ. അപ്പോൾ അവളിലേക്കും നമ്മൾ ഓരോരുത്തരിലേക്കും നമ്മളെ വിടുവിച്ചതിന്റെ ആഴം മനസ്സിലാക്കണമേ എന്ന് പറഞ്ഞുവെങ്കിൽ ഹല്ലേലൂയ ഇത് കുഞ്ഞുങ്ങളിലേക്കൊന്ന് പറഞ്ഞു കൊടുത്ത് അല്ലെ ഹല്ലേലൂയ യേശുവേ നമ്മളെ നശിപ്പിക്കുവാനല്ല ഈ ദൂത് പറയുന്നത് എന്നും ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ എന്നെ ആ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടിയിട്ടാകുന്നു എന്റെ ദൈവം ഇത് പറയുന്നത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് എടുക്കുമ്പോൾ എന്താകുന്നു ഹല്ലേലൂയ ഇന്ന് കർത്താവ് പറഞ്ഞതുപോലെ തന്നെ അനേകം ആ ചെളിക്കുഴിയിലൂടെ അനേകം മുള്ളുകളിലൂടെ അനേകം ദുഷ്ടന്റെ തീയിലൂടെ ഒന്ന് കടന്നു ചെന്നിട്ട് തന്നെയാവുന്നു അത് വിടുവിക്കുന്നത് അല്ലെ ഹല്ലേലൂയ. കർത്താവ് എന്നെ കാണിച്ചു തരുന്ന കാര്യങ്ങൾ തന്നെയാവുന്നു. കാരണം ആ സർജറി ഹല്ലേലൂയ ആ ഓപ്പറേഷൻ എന്നെയാവുന്നു കർത്താവ് കാണിച്ചു തരുന്നത്. ആത്മാവ് ഇറങ്ങുമ്പോൾ ഹല്ലേലൂയ ഇങ്ങനെ നമ്മൾ എത്രയോ മരണങ്ങളിൽ നിന്ന് വിടുവിച്ച് ഇന്ന് നമ്മുടെ ദൈവം ഇന്ന് ഡിസംബർ ഈ ലാസ്റ്റ് ഡേയിൽ നമ്മളെ കൊണ്ടുവന്നുവെങ്കിൽ നമുക്ക് തന്ന ജോലി, നമുക്ക് തന്ന ആരോഗ്യം ഹല്ലേലൂയ നമുക്ക് തന്ന വസ്ത്രം കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ഡൈജഷൻ എല്ലാം നോർമലായി നടക്കുന്നില്ലയോ എന്ന് പറഞ്ഞുവെങ്കിൽ ആ ശ്വാസം എടുക്കുമ്പോഴെല്ലാം ഹല്ലേലൂയ ആ വരുന്ന അനേകം ബ്ലോക്കുകളെ എല്ലാം കർത്താവ് എടുത്ത് മാറ്റി ഹല്ലേലൂയ ഗ്രഹിക്കണമേ. ഇന്റേണൽ ബ്ലീഡിംഗ് എന്ന് കർത്താവ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞുവെങ്കിൽ ആ ഭീമൻ പനി വിട്ടുപോകട്ടെ എന്ന് പറഞ്ഞുവെങ്കിൽ ആ കാലിലെ ആ ബ്ലീഡിങ് അത് ആഴത്തിലായിരുന്നുവെങ്കിൽ എവിടെ വരെ പോകുമായിരുന്നു ഹല്ലേലൂയ. ആ ഭീമൻ പനി എന്ന് കർത്താവ് പറഞ്ഞുവെങ്കിൽ ഹല്ലേലൂയ മുന്നോട്ട് നോക്കി കണ്ട അനേകം ഇരുളുകളെ ഒന്ന് കർത്താവ് എടുത്ത് മാറ്റിയത് യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ. അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് ഗ്രഹിപ്പാൻ തക്കവണ്ണം അല്ലെ ഹല്ലേലൂയ ലോർഡ്സ് ഹാൻഡിനെ ദൈവം വിടുവിച്ചത്, ലോർഡ്സ് ഫൈനെ ദൈവം വിടുവിച്ചത്. ഇന്നലെ ഞാൻ വണ്ടിയിൽ യാത്ര ചെയ്തപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് ഹല്ലേലൂയ ഛർദിക്ക് അതിന്റെ ചുമ അതിന്റെ യേശുവേ ഹല്ലേലൂയ വല്ലാണ്ട് കിടന്ന് ചുമയ്ക്കുന്നു. ഞാനപ്പോൾ ആലയത്തിന് നമ്മുടെ മക്കളുടെ കാര്യം ഹല്ലേലൂയ ഓർത്തുപോയി. ലോർഡ്സ് വൈന് ഏതൊരു കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന ഹല്ലേലൂയ ചൂടാണെങ്കിൽ അത് അവളെ ബാധിക്കും, തണുപ്പാണെങ്കിൽ അത് അവളെ ബാധിക്കും. ബിക്കോസ് മെഡിക്കൽ സയൻസ് പ്രകാരം ശിവാസെ പ്രിമച്വർ ബേബി ആകുന്നു അല്ലെ. പക്ഷെ ദൈവം അതൊന്നും ബാധിക്കാതെ ദൈവം അവളോട് നിർത്തിയത് അല്ലെ ഹല്ലേലൂയ. ആ കുഞ്ഞു കിടന്ന് ഇങ്ങനെ വല്ലാണ്ട് ഛർദിച്ചപ്പോൾ ലോർഡ്സ് റിംഗ്, ലോർഡ്സ് കിങ് ഹല്ലേലൂയ ഇവരൊക്കെ ദൈവം ഇത്രത്തോളം നീ വിടുവിച്ചല്ലോ അല്ലെ ഹല്ലേലൂയ. നമ്മുടെ ദീപാരാജനെ ദൈവം പിടിച്ചെടുത്തത് അല്ലെ ഹല്ലേലൂയ.
ആരോഗ്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ അന്നത്തെ സർജറിന്ന് നീ ഇവിടെ ഇല്ലെങ്കിലും നിന്റെ കാര്യം ഇവിടെ കർത്താവ് എപ്പോഴും പറയാറുണ്ട്. ആമേൻ ഹല്ലേലൂയ. യേശുവേ എന്നാ സർജറിന്ന് അന്ന് ഞാനായിരുന്നു ഇവളുടെ കൂടെ, ഷൈന ഉണ്ടായിരുന്നില്ലല്ലോ. ആമേൻ ഹല്ലേലൂയ. ഞാനായിരുന്നു ഇവളുടെ കൂടെ. യേശു എല്ലാവരും വന്ന് ഫിസിയോതെറാപ്പിസ്റ്റ് ലാസ്റ്റ് വന്നു ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം ഇവിടെ ഫിസിയോതെറാപ്പി ചെയ്യാൻ. പക്ഷെ ഇവിടെ വീട്ടിൽ പോകാൻ റെഡി ആയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പൊ ഫിസിയോതെറാപ്പിസ്റ്റ് വന്നിട്ട് ചോദിച്ചാൽ ഇതെന്താ ഇത്? കാരണം ഹല്ലേലൂയ അവൾ ഇരിക്കുന്ന ട്യൂബ്, ആമേൻ ഹല്ലേലൂയ, അതെല്ലാം ആമേൻ മൂത്രമൊക്കെ പോകാനുള്ള ട്യൂബൊക്കെ ഇടേണ്ട അവസ്ഥയായിരുന്നു. പക്ഷെ കർത്താവ് ട്യൂബെല്ലാം വലിച്ചു പറിച്ചെടുത്ത് അവളെ നോർമലാക്കി അവളെ കട്ടിലിൽ ഇരുത്തി കഴിഞ്ഞപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റിന് അത്ഭുതമായിരുന്നു. അവൾ റെഡി ആയിട്ട് ആമേൻ ഹല്ലേലൂയ അവിടെ ഇരിക്കുമായിരുന്നു. ആരാകുന്നു നടത്തിയത്? പരിശുദ്ധാത്മാവാകുന്നു അവളിലേക്ക് കടന്നു വന്ന് ആ കെട്ടുകളെ ഒന്ന് അഴിച്ചു മാറ്റിയത്. ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. ഇതൊന്ന് നമ്മുടെ ഉള്ളിൽ അല്ലേ ഹല്ലേലൂയ ഈ സാക്ഷ്യം ഒന്ന് കത്തിക്കൊണ്ടിരിക്കണമേ അല്ലേ ഹല്ലേലൂയ. അതാകുന്നു പറഞ്ഞ ലുദിയയുടെ ഹൃദയം ദൈവം തുറന്നു. ആമേൻ. പൗലോസ് അവിടെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിലാണ് സംസാരിച്ചത് അല്ലേ. സിയോൻ പുത്രി ഇവിടെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിലാണ് സംസാരിച്ചത്. പക്ഷേ കർത്താവ് എന്ത് ചെയ്തു? ഹല്ലേലൂയ ആ ചക്കക്കുരു അങ്ങോട്ട് ഇട്ടപ്പോൾ അതൊന്ന് ആമേൻ നമ്മുടെ ഉള്ളിലേക്ക് വരുവാൻ നോക്കണം. കർത്താവ് നമ്മുടെ ഹൃദയത്തെ ഒന്ന് തുറന്നു. നമ്മൾ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ കർത്താവ് സ്വർഗത്തിൽ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് തന്നു അല്ലേ ഹല്ലേലൂയ. സിയോൻ പുത്രി വചനത്തിലൂടെ ഈ ശക്തികളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ ലോർഡ് ഹാസ് ഓപ്പൺ മൈ ഹേർട്ട് ടു ലിസൺ ഹർ മെസ്സേജ്. കാരണം ഇങ്ങനെയൊന്നും ഞാൻ CSIയിൽ കേട്ടിട്ടില്ല. പക്ഷേ സിയോൻ പുത്രി ഞാൻ ജീവിപ്പിക്കുന്നവനാകുന്നു, ഞാൻ ആയുസിനെ തരുന്ന ദൈവമാകുന്നു എന്ന് ഹല്ലേലൂയ അത് ഈ വചനത്തിലുള്ളതാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ വചനം ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് എന്റെ ഹൃദയത്തെ തുറന്നു എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഇതുപോലെ നമ്മളെ ഓരോരുത്തരെയും റിബാരാജ് ഭക്ഷണം കഴിക്കില്ലായിരുന്നു, രാത്രി ഉറക്കമില്ലായിരുന്നു. പക്ഷെ അവർക്ക് ദൈവം ആ സൗഖ്യം കൊടുത്ത് ആ ഭവനത്തെ ദൈവം ഇവിടെ കൊണ്ടുവന്നു അല്ലേ ഹല്ലേലൂയ. അവിടെ മഹനീയത്തിന് ഒരു ഭവനം കർത്താവ് എന്ത് ചെയ്തു? ഇവിടെ ഒരു ഷട്ടർ ഇട്ട് തന്നെ കർത്താവ് അവർക്ക് ഒരു പുതിയ ഭവനം അവരോട് പറഞ്ഞു. തിരുവാമൂലത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞു. ഈ ഒരൊറ്റ മുറിയിൽ വന്ന് നിൽക്കാൻ പറഞ്ഞു. ആ ദൂതിനെ ഒന്ന് അല്ലെ ഹല്ലേലൂയ മനസ്സോടെയോ മനസ്സില്ലാതെയോ എടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? കർത്താവ് ആ മഹനെ അവിടെ തുറന്നു കൊടുത്തു അല്ലെ ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആ ഇടുക്കുവാതിലൂടെ അല്ലെ ഹല്ലേലൂയ ഒന്ന് കടക്കുവാൻ ഒറ്റ മുറിയിലേക്ക് വരുവാൻ ഒന്ന് തയ്യാറായപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? നമ്മുടെ ലോർഡ് സാൻഡ് പറയുന്ന പോലെ എനിക്ക് 2 നിലയുള്ള വീടാ ഇഷ്ടം എന്ന് പറയുന്ന പോലെ കർത്താവ് അവിടെ 2 നിലയുള്ള വീട് അവിടെ ഓപ്പൺ ചെയ്ത് കൊടുത്തു അല്ലെ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വെളിച്ചത്തെ അനുഗമിച്ചാൽ ഹല്ലേലൂയ ആർക്കും ഒരു നഷ്ടം വന്നിട്ടില്ല അല്ലെ ഹല്ലേലൂയ. നമുക്ക് നഷ്ടം വന്നു എങ്കിൽ ആമേൻ നമ്മുടെ ഹൃദയം നമ്മളായിട്ട് തന്നെ അടച്ചത് കൊണ്ടാവുന്നു നമുക്ക് നഷ്ടം വന്നത് അല്ലെ ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ ഗ്രഹിക്കണമേ ഈ ആത്മാവൊന്ന് കടന്നു വന്ന് അല്ലെ ഹല്ലേലൂയ നമ്മുടെ അനേകം ഇരുളുകളിലേക്ക് ഹല്ലേലൂയ ഒന്ന് ആമേൻ യേശു വഴിയൊന്ന് വിട്ട് അല്ലെ ഹല്ലേലൂയ നമ്മളെ കർത്താവ് പിടിച്ചെടുക്കുന്ന വിധം അല്ലെ ഹല്ലേലൂയ ഇത് മനസ്സിലാക്കാൻ നോക്കണം. യോഹന്നാൻ ഒന്ന് തിരിഞ്ഞപ്പോഴാകുന്നു യേശുവേ ഹല്ലേലൂയ ആ ദ്വീപിൽ കിടന്ന് അല്ലെ പത്മോസ് എന്ന ആമേൻ ദ്വീപിൽ വെച്ചാകുന്നു ഈ ഒരു സംസാരം കേട്ട് യോഹന്നാൻ ഒന്ന് തിരിഞ്ഞത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ ഒരു അവസ്ഥയിലും നമുക്കൊന്ന് തിരിഞ്ഞ് എന്റെ ദൈവം എന്നോട് എന്താകുന്നു പറയുന്നത് എന്ന് അല്ലെ ഹല്ലേലൂയ ഒന്ന് മനസ്സിലാക്കിയ കർത്താവിന്റെ ശബ്ദത്തെ ഇന്ന് ഹല്ലേലൂയ ഒന്ന് കേൾക്കുവാൻ നമ്മൾ തയ്യാറാകുന്നുവെങ്കിൽ അല്ലെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ കർത്താവ് നമുക്ക് നിശ്ചയമായും ആ ഉയർച്ച തരും അല്ലെ ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നും ഹല്ലേലൂയ അനേകം കർത്താവ് പറഞ്ഞ പോലെ തന്നെ അനേകം ഇരുളുകളായിരുന്നു. പക്ഷേ ഞാൻ ഇന്ന് ചെറുത് വിരിച്ചിറങ്ങി വന്നാകുന്നു ആ മരണത്തിൽ നിന്ന് നിങ്ങളെ വിടുവിച്ചെടുത്തത് അല്ലെ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും യേശുവേ ഹല്ലേലൂയ ഇന്നത്തെ ഒരു ന്യൂ ഇയർ ആമേൻ ഇന്ന് വൈകുന്നേരം ആകുന്ന പ്രയർ എങ്കിൽ പോലും ഹല്ലേലൂയ നമുക്ക് ഇന്ന് ദൈവം തന്ന ഓരോ നന്മകൾക്കും നന്ദി പറഞ്ഞ് യേശുവേ അന്ന് ആ ഒരു പോയിന്റ് ഓർത്താൽ മതിയല്ലോ. JCFT എന്ന കർത്താവ് എന്നോട് എപ്പോഴും സംസാരിക്കും. JCFT എന്ന് പറഞ്ഞാൽ എന്റെ പേര് വിളിച്ച എന്നോട് കർത്താവ് പറയുന്നത് ആ ഒരു ദിവസം ഓർത്താൽ മതിയല്ലോ നിനക്ക് നീ എന്താകുമായിരുന്നു, നിന്റെ കുടുംബം എന്താകുമായിരുന്നു. ആ ഒരു ദിവസത്തെ സിയോൻ പുത്രി അന്ന് അവിടെ വന്ന് പ്രാർത്ഥിച്ചില്ലായിരുന്നുവെങ്കിൽ അവൻ എന്താകുമായിരുന്നു നിന്റെ അവസ്ഥ. പക്ഷേ ആമേൻ ഹല്ലേലൂയ ആമേൻ ആ ഒരു ദിവസത്തെ നീ ഓർക്കുക, നന്ദി പറയുക. ആമേൻ ഹല്ലേലൂയ അതല്ലായിരുന്നുവെങ്കിൽ ഇന്ന് എന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് അല്ലേ ഹല്ലേലൂയ. ഈ ഒരു ആമേൻ എലിസബത്ത് അമ്മയുടെ ഈ ക്യാൻസറിന്റെ ഈ ഒരു അവസ്ഥ ഹല്ലേലൂയ അത് കൂടുതൽ ആമേൻ മെഡിക്കൽ സയൻസ് പ്രകാരം അത് വഷളായിട്ടായിരിക്കാം പോകുന്നത്. പക്ഷേ യഹോവയുടെ സയൻസ് പ്രകാരം ഹല്ലേലൂയ ആ പരിശുദ്ധാത്മ ശക്തി വന്ന് അല്ലേ ഹല്ലേലൂയ the healing water will flow from ആമേൻ her heart എന്നാ പറഞ്ഞത്. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ ഒഴുകുമെന്ന് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അല്ലേ. അപ്പോൾ കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട് എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ആ ഹീലിംഗ് വാട്ടർ അല്ലെ ഹല്ലേലൂയ അത് ഒഴുകുമെന്ന്. അത് ഒഴുകിയാവുന്ന എലിസബത്ത് അമ്മയ്ക്ക് കർത്താവ് കൊടുത്ത സൗഖ്യം അല്ലെ ഹല്ലേലൂയ. നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് തന്നിരിക്കുന്ന രക്ഷ ഹല്ലേലൂയ ആ ഒരു റിവർ അല്ലെ ഹല്ലേലൂയ പരിശുദ്ധാത്മ ആ ശക്തി കടന്നു വന്ന് തന്നെയാകുന്നു. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും അല്ലെ ഹല്ലേലൂയ നമ്മളിത് ഓർക്കുമ്പോൾ ഹല്ലേലൂയ ഇത് നമുക്ക് ചെറിയ കാര്യം എന്നൊക്കെ നമ്മൾ വിചാരിച്ചു പോകും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നടന്ന ഒരു ഇൻസ്റ്റന്റ് നമ്മൾ ഓർത്താൽ മതി അല്ലെ ഹല്ലേലൂയ നമുക്ക് ജീവിതത്തിൽ
ജീവിതത്തിൽ നടന്ന ആ ഒരു മൊമെന്റ് ഓർത്താൽ മതി. ഹല്ലേലൂയ. ഇതിനപ്പുറത്തേക്ക് ഞാൻ ഒന്നുമില്ലായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് എന്റെ ദൈവം എന്നെ ഇന്ന് വിടുവിച്ചെടുത്ത് ഇന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നു അല്ലേ. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ന്യൂ ഇയറിൽ ഈ പ്രയറിന്റെ കൂടെ നമ്മുടെ ഗോഡ്സ് വിൽ ഇവിടെ ആയിരിക്കുന്നു അല്ലേ. ഹല്ലേലൂയ. യേശുവേ കർത്താവ് ഇത്രത്തോളം മക്കളെ അനുഗ്രഹിച്ച് യേശുവേ ഹല്ലേലൂയ ഇന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നു അല്ലേ. ഹല്ലേലൂയ. ലോർഡ്സ് റിംഗ് അവനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ അവന്റെ ഫസ്റ്റ് ഡേ വന്ന ഫോട്ടോ എടുത്ത ആ ഒരു മൊമെന്റ് എനിക്ക് ഓർമ്മ വരുന്നത്. ഹല്ലേലൂയ. രാജീവേട്ടൻ ആ ക്യാമറയുടെ കവർ വെച്ചിട്ട് ആ കൂട്ടിൽ ഇങ്ങനെ തട്ടി റോഷൻ ലിസൺ ലുക്ക് ഹിയർ എന്ന് പറഞ്ഞ് അവന്റെ ശ്രദ്ധ ഇങ്ങോട്ട് എടുക്കാൻ ആയിരുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം എത്രയോ ഉയർത്തി അവനെ ഇത്രത്തോളം ആക്കിയിരിക്കുന്നു അല്ലേ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നാകുന്നല്ലോ എന്റെ ദൈവം എന്റെ കുഞ്ഞിനെ വിടുവിച്ചത് എന്ന് ഓർക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ മുമ്പിൽ വരുന്ന ഏതൊരു വിഷയമായിക്കോട്ടെ, ഹല്ലേലൂയ ഏതൊരു ചെങ്കടനായിക്കോട്ടെ, അതിന്റെ താഴെ വഴി തുറക്കുന്ന ആ ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയും അല്ലേ. കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ആമേൻ യേശുവേ ഹല്ലേലൂയ. ദൈവം നമ്മളെ മരണകരമായ ഇത്രയും വലിയൊരു മരണത്തിൽ നിന്ന് വിടുവിച്ചു. ഇനിയും വരുന്ന ആ മരണത്തിൽ നിന്ന് എന്നെ വിടുവിക്കുവാൻ ശക്തനാകുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാകുന്നു? നമ്മുടെ ഉള്ളിലിരിക്കുന്ന അനേകം ഇരുട്ടുകളെ ഒന്ന് പുറത്തേക്ക് എടുക്കുവാൻ അല്ലേ. ഹല്ലേലൂയ. അനേകം പിതാക്കന്മാരായിട്ട് വന്നിരിക്കുന്ന അനേകം ഹല്ലേലൂയ നമ്മുടെ പ്രവൃത്തി ദോഷം വന്നിരിക്കുന്ന അനേകം, ഇവിടെ കർത്താവിന്റെ വചനം പറയുന്ന പോലെ തന്നെ പിതാക്കന്മാരുടെ അളവ് നിങ്ങൾ തന്നെ പൂരിപ്പിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞുവെങ്കിൽ ഇന്ന് നമ്മളെ പിൻപറ്റുന്ന ഹല്ലേലൂയ ആ ദുഷ്ടന്റെ രേഖയൊന്ന് മാറ്റുവാൻ തക്കോണം ഇന്ന് കർത്താവിന്റെ ആത്മാവ് കടന്നു വന്നപ്പോൾ തന്നെ യേശുവേ ആ ബന്ധനം അഴിഞ്ഞു എന്നുള്ളത് തന്നെയാകുന്നു. ആരും വിശ്വസിക്കുന്നുവോ അല്ലേ. ഹല്ലേലൂയ. കർത്താവ് അവിടെ നിന്ന് എല്ലാവരോടും സംസാരിച്ചു. പക്ഷേ എന്ത് ചെയ്തു? പത്രോസിന്റെ ഹൃദയത്തെ കർത്താവ് തുറന്നു, പൗലോസ് അപ്പോസ്തലന്റെ ഹൃദയത്തെ കർത്താവ് തുറന്നു, ജെയിംസിയുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു അല്ലേ. ഹല്ലേലൂയ. എല്ലാവരിലേക്കും ഒരേ പാറയിൽ നിന്നല്ലോ ആ വെള്ളം വീണത്, എല്ലാവരിൽ നിന്ന് ഒരേ പാറയിൽ നിന്നല്ലോ ആ പരിശുദ്ധാത്മ ശക്തി കടന്നു വന്നത്. പക്ഷേ കർത്താവിന്റെ വചനം പറയുന്ന പോലെ തന്നെ എല്ലാവരും അനുഗ്രഹം പ്രാപിച്ചില്ല. വൈ സം പീപ്പിൾ വിൽ ബിക്കം stubborn. ഹല്ലേലൂയ. കുറച്ചുപേർ എന്റെ ഹൃദയം കഠിനപ്പെട്ടു പോയി. എന്തുകൊണ്ടാകുന്നു? നമുക്ക് ആ കർത്താവ് എന്താകുന്നു എനിക്ക് ചെയ്തതെന്ന് നമ്മൾ നന്ദി പറയുകയോ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധി നമ്മളെ തന്നെ താഴ്ത്തുകയോ ചെയ്യാത്തത് കൊണ്ട് കർത്താവ് എന്താ പറയുന്നത്? എന്നിൽ ശ്രദ്ധിക്കുന്നവർ എന്നെ അന്വേഷിക്കുന്നവരുണ്ടോ എന്ന് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തന്ന രക്ഷ ലോർഡ്സ് ഹാൻഡിലെ ദൈവത്തിന്റെ കരം കടന്നു ചെന്ന് അല്ലെ ഹല്ലേലൂയ ഇങ്ങനെ പിടിച്ചെടുത്തുകൊണ്ട് വന്ന് അവനെ ആലയത്തിലേക്ക് ചേർത്ത അവസ്ഥകൾ അല്ലെ ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ പോലെ തന്നെ ഷൈനോന്റെ ആ ഒരു അറ്റാക്ക് വിട്ടു പോകട്ടെ എന്ന് പറഞ്ഞുവെങ്കിൽ ഹല്ലേലൂയ അന്ന് ആ ഡെലിവറിക്ക് വരുന്ന അനേകം അറ്റാക്കുകളിൽ നിന്ന് കർത്താവ് വിടുവിച്ച് നെക്സ്റ്റ് ഡേ അജീവേട്ടൻ വിളിച്ച് പറഞ്ഞു അല്ലെ അത് പേടിച്ചു പോയി. രണ്ടുപേരുടെയും ജീവൻ അപകടം തന്നെയായിരുന്നു. പക്ഷേ ആ അറ്റാക്കിൽ നിന്ന് ദൈവം വിടുവിച്ച് രണ്ടുപേർക്കും കർത്താവ് ആരോഗ്യത്തെ കൊടുത്തു. ആരായിരുന്നു അത് ചെയ്തത്? ലാസ്റ്റ് അതിന് തലേ ദിവസം തന്നെ ആത്മാവ് ഇറങ്ങി കർത്താവ് എന്ത് ചെയ്തു? ആ ബന്ധനം അഴിയട്ടെ, ആ ബ്ലോക്ക് മാറട്ടെ, ആ അറ്റാക്ക് മാറട്ടെ എന്ന് പറഞ്ഞു വെക്കൽ ഹല്ലേലൂയ. ആ കർത്താവിന്റെ കരം കടന്നു ചെന്ന് അവനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ഹല്ലേലൂയ ഇങ്ങനെ തന്നെയാവുന്നു നമ്മളെ ഓരോരുത്തരെയും കർത്താവ് വിടുവിക്കുന്നത് ഹല്ലേലൂയ നമ്മൾ ഗ്രഹിക്കണമേ. അതുകൊണ്ട് ഇതൊന്ന് കേൾപ്പാൻ, ഇതൊന്ന് അറിവാൻ അല്ലെ ഹല്ലേലൂയ കർത്താവ് നമ്മുടെ ഹൃദയത്തെ തുറന്നിട്ടുണ്ട്. ഇനി നമ്മളായിട്ട് തന്നെ അടയ്ക്കാതെ യേശുവേ ഹല്ലേലൂയ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ മുന്നോട്ട് എടുക്കാം. ഹല്ലേലൂയ ഇന്ന് ഹല്ലേലൂയ ഈ ന്യൂ ഇയറിന്റെ ഈ പ്രയറിനെല്ലാം ഹല്ലേലൂയ നമ്മൾ ഒന്നും കൂടെ കർത്താവിന്റെ സന്നിധിയിൽ ഏച്ചു പറഞ്ഞു ദൈവമേ ഹല്ലേലൂയ ഇന്ന് സാറ് പറഞ്ഞ പോലെ തന്നെ യേശുവേ ഹല്ലേലൂയ ഇത്രയും വെളിച്ചം പകർന്നിട്ടും അവിടുത്തെ സന്നിധിയിൽ നിൽക്കുവാൻ കഴിഞ്ഞില്ല. യേശുവേ ഏച്ചു പറയുന്നു എന്ന് പറഞ്ഞുവെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ഓരോരുത്തരും യേശുവേ ഹല്ലേലൂയ എന്റെ ദൈവം എനിക്ക് തന്ന രക്ഷ അല്ലെ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ അതുകൊണ്ട് ഞാൻ ഏച്ചു പറയുന്നപ്പാ ഇതൊന്നും ഹല്ലേലൂയ നന്ദി പറയുകയോ ഹല്ലേലൂയ ദൈവം ഞാൻ സന്നിധിയിൽ മറുതലിച്ചപ്പാ അതെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റു പറയുന്നു ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഹല്ലേലൂയ ആ വെളിച്ചത്തിന്റെ മക്കളായിരിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.